സുഹൃത്ത് സമിതിയുടെ ഹാർദവമായ സ്വാഗതം. ഞാൻ തെക്കൻ ഷാ ബാദുഷ പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. പ്രേംനസീർ സുഹൃത്ത് സമിതി അരീക്കൽ ആയുർവേദ വൈദ്യശാലയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 6ാമത് പത്ര ദൃശ്യമാധ്യമ പുരസ്കാര പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ അവാർഡ് കമ്മിറ്റിയുടെ ജൂറി ചെയർമാൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, അതുപോലെ തന്നെ സീനിയർ ജേർണലിസ്റ്റിന്റെ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ ശക്തിധരൻ സാർ അവർകളാണ്. മറ്റേ ജൂറി ഒന്ന് ദൂരദർശനിലെ മുൻ ന്യൂസ് അവതാരികയായ മായ ശ്രീമാമാണ്. മറ്റൊന്ന് മറ്റ് പത്രപ്രവർത്തകനായ ശ്രീ വിനോദ് വൈശാഖിയാണ്. ഇത് അരീക്കൽ ആയുർവേദ വൈദ്യശാലയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സ്മിത്ത് കുമാറാണ്. അദ്ദേഹമാണ് ഈ പരിപാടിയുടെ മുഖ്യ സ്പോൺസർഷിപ്പ്. പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ഗോവൻ ശാസ്ത്രമംഗലം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 18 വർഷക്കാലമായി തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന പ്രേംനസീർ സമിതിയെക്കുറിച്ച് എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാം. കേരളത്തിലെ 11 ജില്ലകളിലും 4 വിദേശ രാജ്യങ്ങളിലും ഇതിന്റെ ചാപ്റ്ററുകൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. മലയാളത്തിലെ നിത്യാധിനായകനായ പ്രേംനസീർ സാറിന്റെ 98ാം ജന്മദിനാഘോഷം ഈ കഴിഞ്ഞ 13ാം തീയതി ബഹുമാനപ്പെട്ട ബംഗാൾ ഗവർണർ CV ആനന്ദ് ബസാർ ഉദ്ഘാടനം ചെയ്തു. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും സംഘടിപ്പിച്ചു വരുന്നത്. ഇപ്പോൾ 6ാമത്തെ പത്ര ദൃശ്യമാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും അത് നൽകുമ്പോഴും 98ാം ജന്മദിനാഘോഷിക്കുകയും ഇതിനോടൊപ്പം ഞങ്ങൾ നടത്തപ്പെടുകയാണ്. വിവിധ പരിപാടികളാണ്. പത്രങ്ങളിൽ കൂടെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ നൽകുന്ന എൻട്രി, പത്രങ്ങളിൽ കൂടെ കൊടുത്ത അറിയിപ്പ് അനുസരിച്ച് ഏകദേശം 87ഓളം പത്രങ്ങളിൽ നിന്നും ചാനലിൽ നിന്നുമുള്ള എൻട്രികൾ വരികയുണ്ടായി. വളരെ സുതാര്യമായ രീതിയിൽ തന്നെ മുൻകൊല്ലങ്ങളിൽ ഓരോ ജൂറി കമ്മിറ്റിയും തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ശക്തിധരൻ സാറിന്റെ ചെയർമാൻ അധികം നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ജൂറി കമ്മിറ്റി അവാർഡ് എൻട്രികൾ വിലയിരുത്തുകയും അവയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവയാണ് ഇന്നിവിടെ ജൂറി ചെയർമാൻ പ്രഖ്യാപിക്കുന്നത്. അതിലേക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ശക്തിധരൻ സാറിനെ ആദ്യമായി ക്ഷണിച്ചു. അതേ സമ്പ്രദായം തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ പ്രേംനസീറിന്റെ ഈ സമിതിയെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു. ഞാനിവിടെ പത്രപ്രവർത്തകനായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നടത്തിയ ഒരു പത്രസമ്മേളനം നമ്മുടെ ഈ പ്രശ്നത്തിൽ അന്ന് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ച ഒരാളായിരുന്നു. അത് പിന്നീട് അദ്ദേഹം മറ്റ് പല അന്നത്തെ മുതിർന്ന പത്രമാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു, ആ പയ്യൻ ഏതാണ്, ഇന്ത്യയുടെ അങ്ങേക്ക് പറയുന്നത് ചോദിച്ചത് ഇപ്പോഴും എന്റെ ഓർമ്മയുണ്ട്. ഞാൻ ചോദിച്ചു, അദ്ദേഹം ഒന്ന് കോൺഗ്രസ് പാർട്ടിയിലേക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഘടനയെ കുറിച്ചാണ് മാത്രം ചോദിച്ചു എത്രയുണ്ടായിരുന്നു, ഒന്നും പറഞ്ഞില്ല. എന്നുവെച്ചാൽ രാഷ്ട്രീയത്തിൽ എന്തിനാണ് പോകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. പുള്ളി അത് വേറെ തരത്തിൽ തെറ്റിദ്ധരിച്ചാണ് അന്ന് സംസാരിച്ചത്. അങ്ങനത്തെ ഒരു അനുഭവം പ്രേംനസീറിനായി ഈ പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരാളെന്നുള്ളത് എനിക്കുണ്ടായിട്ടുണ്ട്. അതൊന്നും ഓർമ്മിച്ചത് മാത്രമേ. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ അവാർഡ് നിശ്ചയിക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാനായി സുഹൃത്ത് സമിതി തെരഞ്ഞെടുപ്പതിൽ അങ്ങേക്ക് സന്തോഷമുണ്ട്, ചരിതാർത്ഥ്യം. തീർച്ചയായിട്ടും പ്രേംനസീറിന്റെ പേരിൽ വേണ്ടത്ര ഒരു സ്മാരകമോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സുഹൃത്ത് സമിതിയുടെ ഭാവിയിലുള്ള പ്രവർത്തനങ്ങളിൽ അത് ഉൾപ്പെടുത്തിയേക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ പ്രധാനമായ പ്രശ്നമൊന്നുമില്ല. ഈ സുഹൃത്ത് സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അവാർഡ് കാരണം ഇത്ര 6 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള പരാതികൾക്കും അതുപോലെ തന്നെയുള്ള മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾക്കും ഒന്നും ഇടയാകാതെ ഇത്രയും വർഷം ഇത് നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിലും അത് അങ്ങനെ തന്നെ
3 പേരാണുള്ളത്. ഞങ്ങൾക്ക് 3 പേർ അതിൽ അതിയായ സന്തോഷമുണ്ട്. അവർക്ക് പറയാനുള്ളത് പിന്നീട് പറഞ്ഞോളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ഒരു ഹാൻഡ് ഔട്ട് ആർക്കൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ മുഴുവൻ എൻട്രികളും വലിയൊരു സമിതി പല ഘട്ടങ്ങളിലായിരുന്നു പരിശോധിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കിയത്. എല്ലാവരും അയച്ചു തന്നിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ല, അല്ലാത്ത ഒരുപാട് പത്രങ്ങളുണ്ട്, പ്രവർത്തകരുണ്ട്, അവരുടേതായിട്ടുള്ള എൻട്രികളോ അയക്കാത്തതുകൊണ്ട് പരിഗണിക്കാൻ പറ്റാതെ പോയതുകൊണ്ട്. അതുകൊണ്ട് ഇതൊരു പൂർണ്ണമായ അർത്ഥത്തിൽ ഇത് എല്ലാം ശരിയാണ് എന്നല്ല നമ്മളിവിടെ അവകാശപ്പെടുന്നു. പക്ഷേ ഞങ്ങളുടെ ദൃഷ്ടിയിൽ വന്ന കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുന്നത്. അതിവിടെ നിങ്ങൾക്ക് എല്ലാവരും തന്നിട്ടുള്ളത് ഞാൻ വായിക്കേണ്ടതുണ്ടെങ്കിൽ വായിക്കാം, ആവശ്യമുണ്ടെങ്കിൽ അത് പറയാം. പുരസ്കാരം അച്ചടി മാധ്യമം മികച്ച ന്യൂസ് റിപ്പോർട്ടർ SP രാജേഷ്, ചീഫ് റിപ്പോർട്ടർ മലയാളം മാധ്യമമുണ്ട്. റിപ്പോർട്ടർ മനസ്സിന്റെ താളം തെറ്റിയവരോടുള്ള അപകടം. 2 മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർ അരുൺ കൃഷ്ണൻകുട്ടി, ന്യൂസ് ഫോട്ടോഗ്രാഫർ മാധവൻ പാലക്കാട്, ചിത്രം ഒഴിക്കാനില്ല. 3 മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടർ G അരുൺ, സീനിയർ റിപ്പോർട്ടർ മംഗളം തിരുവനന്തപുരം. റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെ കൈവാങ്ങുന്നതിൽ ക്രമക്കേട് ദേവസ്വം ബോർഡ് കോടതി നൽകി. അങ്ങനെ ഒരു കൂടുതൽ ഞാനിതെല്ലാം വായിക്കുന്ന കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രാവശ്യം മാധ്യമ മേഖലയിൽ നിന്നും ചാനൽ മേഖലയിൽ നിന്നും സമഗ്ര സംഭാവനയ്ക്കുള്ള 2 പുരസ്കാരങ്ങൾ കഴിഞ്ഞ വർഷവും കൊടുത്തിരുന്നു, ഈ വർഷവും കൊടുക്കുകയാണ്. മാധ്യമത്തിൽ നിന്നും കൊടുക്കുന്നത് സമഗ്ര സംഭാവനയ്ക്കുള്ള ന്യൂസ് ഫോട്ടോഗ്രാഫി പുരസ്കാരം മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോയിലുള്ള ചീഫ് ഫോട്ടോഗ്രാഫർ ഋങ്കുരാജ് പട്ടാഞ്ചേരിക്കാണ് കൊടുക്കുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫി ജീവിതവും അദ്ദേഹം പകർത്തുന്ന ചിത്രങ്ങളും ഒരുപാട് സംഭാവനകളാണ് മാധ്യമ ലോകത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിനാണ് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചാനൽ മേഖലയിൽ നിന്നും സമഗ്ര സംഭാവനയ്ക്കുള്ള ദൃശ്യമാധ്യമ പുരസ്കാരം റിപ്പോർട്ടർ ടിവിയുടെ കൺസൾട്ടന്റ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനാണ് സമർപ്പിക്കുന്നത്. വാർത്തയുടെ ചടുലത, ഏകോപനം, മുഖം നോക്കാതെയുള്ള വിശകലനങ്ങൾ, അതുപോലെ തന്നെ മാധ്യമരംഗത്ത് അദ്ദേഹം നൽകിയ വിലപ്പെട്ട സേവനങ്ങൾ ഇവ കണക്കിലെടുത്താണ് ജൂറി കമ്മിറ്റി അരുൺകുമാറിന് ഈ അവാർഡ് സമർപ്പിക്കുന്നത്. മറ്റ് അവാർഡുകൾ മികച്ച ന്യൂസ് റിപ്പോർട്ടർ SP രാജേഷ്, ചീഫ് റിപ്പോർട്ടർ മലയാള മനോരമ തിരുവനന്തപുരം, റിപ്പോർട്ട് മനസ്സിന്റെ താളം തെറ്റിയവരുള്ള അവഗണന, മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർ അരുൺ കൃഷ്ണൻകുട്ടി, ന്യൂസ് ഫോട്ടോഗ്രാഫർ മാതൃഭൂമി പാലക്കാട്, ചിത്രം ഒളിക്കാനൊരിടം, മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടർ G അരുൺ, സീനിയർ റിപ്പോർട്ടർ മംഗളം തിരുവനന്തപുരം, റിപ്പോർട്ടുകൾ സംസ്ഥാനത്തേക്ക് അരി വാങ്ങുന്നതിലെ ക്രമക്കേട് ദേവസ്വം ബോർഡ് കോളേജ് അഴിമതി, മികച്ച നിയമസഭാ അവലോകന റിപ്പോർട്ടർ മിൽജിത് രവീന്ദ്രൻ, സീനിയർ റിപ്പോർട്ടർ ദേശാഭിമാനി തിരുവനന്തപുരം, മികച്ച ക്രൈം റിപ്പോർട്ടർ പ്രദീപ് ഗോപി, സീനിയർ സബ് എഡിറ്റർ ദീപിക കോട്ടയം, റിപ്പോർട്ട് കാണാതാകുന്ന കൺമണികൾ, മികച്ച സ്പെഷ്യൽ സ്റ്റോറി റിപ്പോർട്ടർ അനി വേലപ്പൻ, റിപ്പോർട്ട് കേരള കൗമുദി തിരുവനന്തപുരം, റിപ്പോർട്ട് അരങ്ങിൽ അന്ന് ആജ്ഞാപിച്ചവർ അന്നത്തിനായി എഴുതുന്നു, മികച്ച ഫീച്ചർ റിപ്പോർട്ടർ സീമ മോഹൻലാൽ, സീനിയർ റിപ്പോർട്ടർ രാഷ്ട്രദീപിക കൊച്ചി, റിപ്പോർട്ട് മറയൊരുക്കി മസാജ്, മികച്ച ആനുകാലിക വാർത്താ റിപ്പോർട്ടർ ഹരി പെരുങ്കടമല, റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം, റിപ്പോർട്ട് കുരുന്നുകൾ ഒരുക്കിയത് കുട്ടിക്കളിയില്ല നാടിനും ബാധക, മികച്ച പ്രാദേശിക റിപ്പോർട്ടർ വിജയദാസ് പൂവാർ, റിപ്പോർട്ടർ കേരള കൗമുദി പൂവാർ ബ്യൂറോ, റിപ്പോർട്ട് തീരത്തിന് തലവേദനയായി ലഹരി, മികച്ച അന്വേഷണാത്മക ഓൺലൈൻ റിപ്പോർട്ടർ AP ജനനൻ, റിപ്പോർട്ട് സത്യമേവ ന്യൂസ് കൊച്ചി, റിപ്പോർട്ട് മനുഷ്യാവയവ വിൽപ്പനയ്ക്ക് പിന്നിലെ കാണാപ്പുറങ്ങൾ, മികച്ച പ്രാദേശിക ഓൺലൈൻ റിപ്പോർട്ടർ പീര് മുഹമ്മദ് M, ന്യൂസ് എഡിറ്റർ ദി പീപ്പിൾ ന്യൂസ്. ദൃശ്യമാധ്യമം മികച്ച ന്യൂസ് ചാനൽ ജനം TV, മികച്ച പ്രൈം റൗണ്ട് അപ്പ് ന്യൂസ് അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം, സീനിയർ ന്യൂസ് എഡിറ്റർ 24 ന്യൂസ് കൊച്ചി, മികച്ച സാമൂഹ്യ പ്രതിബദ്ധത റിപ്പോർട്ടർ ലെസ്ലി ജോൺ, ന്യൂസ് എഡിറ്റർ കൈരളി ന്യൂസ് കൊല്ലം ബ്യൂറോ, റിപ്പോർട്ട് വ്യതിയാനത്തിന്റെ തിരമാലകൾ, മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടർ R റോഷിബാർ, സീനിയർ ന്യൂസ് എഡിറ്റർ റിപ്പോർട്ടർ TV തിരുവനന്തപുരം, റിപ്പോർട്ടുകൾ വ്യാജ തിരഞ്ഞെടുപ്പ് തിരിച്ചറിക്കാല നിർമ്മാണം, ചെറുകിട സംരംഭങ്ങളുടെ പേരിൽ വായ്പാ തട്ടിപ്പ്, മികച്ച വീഡിയോ എഡിറ്റിംഗ് നിവിൻ കാരിയാട്, സീനിയർ വിഷ്വൽ എഡിറ്റർ മീഡിയ വൺ TV കോഴിക്കോട്, റിപ്പോർട്ട് ഗാസയിലെ യുദ്ധവും സാധാരണ മനുഷ്യരുടെ അവസ്ഥയും പോരാട്ടവും പ്രതിപാദിക്കുന്ന പ്രോഗ്രാം, മികച്ച
മികച്ച ന്യൂസ് ക്യാമറമാൻ അനൂജ് ബി ജെ, ക്യാമറമാൻ ജെറിൻ ടി വി തിരുവനന്തപുരം. റിപ്പോർട്ടുകൾ മാനവീയം സ്റ്റോറി, നൈറ്റ് സെക്യൂരിറ്റി സ്റ്റോറി. മികച്ച ആനുകാലിക ന്യൂസ് റിപ്പോർട്ടർ ഡിസ്ന സുരേഷ്, റിപ്പോർട്ടർ ജനം ടി വി കോഴിക്കോട്. റിപ്പോർട്ടർ തെരുവിലെ ചുവരുകൾ, കോഴിക്കോട് നടുത്തുരുത്തി ദ്വീപിലേക്കുള്ള യാത്രാ ദുരിതം. മികച്ച ക്രൈം റിപ്പോർട്ടർ ആർ അരുൺരാജ്, ചീഫ് റിപ്പോർട്ടർ 24 ന്യൂസ് കൊച്ചി. റിപ്പോർട്ടുകൾ ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വഴികളിലൂടെ ഒരു അന്വേഷണം. മികച്ച പ്രാദേശിക വാർത്താധിഷ്ഠിത ക്യാമറമാൻ ഉദയകുമാർ ആർ, ക്യാമറമാൻ SCB ന്യൂസ് തിരുവനന്തപുരം. റിപ്പോർട്ട് സമാന്തരം. മികച്ച സാമൂഹ്യ വിശകലന റിപ്പോർട്ടർ വിജയൻ വായാന്തോട്, സീനിയർ റിപ്പോർട്ടർ കൈരളി ന്യൂസ് തിരുവനന്തപുരം. റിപ്പോർട്ട് കലോത്സവ വേദികളിലെ കുട്ടി ടെക്കിമാർ. മികച്ച വാർത്താ അവതാരിക സുവിത സുകുമാർ, ന്യൂസ് എഡിറ്റർ ജീവൻ TV കൊച്ചി. മികച്ച സ്റ്റോറി എഡിറ്റർ അഭിലാഷ് വീഡിയോ റിപ്പോർട്ടർ TV. റിപ്പോർട്ട് മോർച്ചറിക്കുള്ളിലെ ഡൈവറി. മികച്ച ഓൺലൈൻ ചാനൽ അവതാരകൻ അബ്ദുൽ ജമീഷ്, ചീഫ് എഡിറ്റർ പ്രൈം വിറ്റ്നസ് ചാനൽ. മികച്ച പ്രോഗ്രാം അവതാരകൻ രമേശ് ഗോപാൽ, പ്രോഗ്രാം ഹെഡ് തനിമ മീഡിയ, പ്രോഗ്രാം വിജയദാനം. മികച്ച പ്രാദേശിക ചാനൽ മലയാളം ടെലിവിഷൻ മലപ്പുറം. ഇത്രയുമാണ് 2023 അവാർഡുകൾ. 2022 അവാർഡുകൾ കഴിഞ്ഞ ഏപ്രിൽ 16 ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറാണ് സമർപ്പിച്ചത്. ഈ വർഷത്തെ ഈ പുരസ്കാരം അടുത്ത മാസം അവസാനം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീറാണ് ഈ അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. അത് സംബന്ധിച്ചുള്ള ഡേറ്റ്, മറ്റുള്ള കാര്യങ്ങൾ, പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നതും അടുത്ത വാർത്താ സമ്മേളനത്തിൽ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതുവരെ ഞങ്ങളോട് ചെയ്തിട്ടുള്ള ഒരുപാട് സഹകരണങ്ങൾ ഒരിക്കലും പത്ര ദൃശ്യമാധ്യമ പ്രവർത്തകരിൽ നിന്ന് നടക്കുന്നതല്ല. കാര്യം പ്രേം നസീർ സുഹൃത്ത് സമിതിയാണ് ആദ്യമായിട്ട് എല്ലാ പത്രപ്രവർത്തകരെയും ഒരുമിച്ചുകൊണ്ട് ഒരു അവാർഡ് കൊടുത്തു തുടങ്ങിയത്. അത് ഇതുവരെ വളരെ വിജയകരമായി തന്നെ പോകുന്നുണ്ട്. ഇത് ജൂറി കമ്മിറ്റി എന്ന നിലയിൽ മായ ശ്രീമാർഗയുടെ ഒരു വാക്ക് സംസാരിക്കും. ഈ ഒരു വലിയ കാര്യത്തിന് ഇതിന്റെ ജൂറിയിൽ ഒരു മെമ്പറാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞു. ഞങ്ങളുടെ മുന്നിൽ വന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും ഞങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാവരും ഇത് ഉൾക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത്. മുൻകാലങ്ങളിലും ഐക്യലാർന്ന ഹോസ്പിറ്റൽ പ്രേംനസീർ സുഹൃത്ത് സമിതിയായിട്ട് ചേർന്നിട്ട് പല പ്രോഗ്രാമുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമുകളെല്ലാം തന്നെ വിജയമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം വളരെ വിജയകരമായിട്ട് നടക്കട്ടെ. എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ